ഒരു 5 രൂപ നാണയത്തിൽ നിന്നും ബംഗ്ലാദേശിലെ മാഫിയയ്ക്ക് ലഭിച്ചിരുന്നത് 7 രൂപ ലാഭം. അവസാനം RBI അത് പിൻവലിക്കേണ്ട അവസ്ഥ. 1 രൂപ നോട്ടൊഴിച്ച് രാജ്യത്തെ കറൻസികളും നാണയങ്ങളും വിപണിയിലേക്ക് എത്തിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ചില ഘട്ടങ്ങളിൽ RBIക്ക് ചില കറൻസികൾ പിൻവലിക്കേണ്ടിയും വരും. രാജ്യത്തെ കറൻസികളുടെ വിനിമയം RBIയുടെ നേതൃത്വത്തിലാണെങ്കിലും കണക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സാധാരണയായി ഒരു നോട്ട് അല്ലെങ്കിൽ നാണയം പ്രിന്റ് ചെയ്യണമെങ്കിൽ RBI അത് നേരത്തെ കേന്ദ്രത്തെ അറിയിക്കും. കേന്ദ്രം RBIയുടെ മറ്റ് സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനം അറിയിക്കും. അതുപോലെ തന്നെയാണ് നോട്ടുകളും നാണയങ്ങളും പിൻവലിക്കുമ്പോഴും. അങ്ങനെ നിരവധി തവണയാണ് RBI രാജ്യത്ത് വിനിമയത്തിലുള്ള നോട്ടുകളും നാണയങ്ങളും പിൻവലിച്ചിട്ടുള്ളത്. 2016 500, 1000 നോട്ടുകളും കഴിഞ്ഞ വർഷം 2000 നോട്ടും പിൻവലിച്ചതിന് പുറമെ RBI രാജ്യത്ത് വിനിമയത്തിലുണ്ടായിരുന്ന പല കറൻസികളും നാണയങ്ങളും നിരോധിച്ചിട്ടുണ്ട്. RBI അവയെല്ലാം നിരോധിക്കുന്നത് നാണയത്തിന്റെ മൂല്യമോ മറ്റ് അധിക ചിലവോ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളോ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ്. കൂടാതെ മറ്റൊരു ഡിസൈൻ പോലെ ഒരു ബദൽ മാർഗം RBI കണ്ടെത്തിയിരിക്കും. അത്തരത്തിൽ RBIയുടെ ഏറ്റവും വലിയ തീരുമാനമായിരുന്നു പഴയ 5 രൂപ നാണയം പിൻവലിക്കുക എന്നത്. നോട്ടുകൾ പോലെ രാജ്യത്ത് നാണയങ്ങളുടെ വിനിമയം വലിയ തോതിൽ തന്നെയുണ്ട്. 1, 2 രൂപയ്ക്ക് പുറമെ 5, 10, 20 രൂപയുടെ നാണയങ്ങളാണ് പ്രധാനമായും രാജ്യത്ത് വിനിമയത്തിലുള്ളത്. ഇതിൽ പഴയ 5 രൂപ നാണയമായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായിരുന്നത്. മറ്റ് നാണയത്തുട്ടുകളേക്കാൾ അല്പം കട്ടി കൂടിയ നാണയമെന്ന പ്രത്യേകത 5 രൂപയ്ക്കുണ്ട്. എന്നാൽ കുറേ നാളുകളായി ഈ 5 രൂപ നാണയത്തുട്ടുകൾ വിപണിയിൽ നിന്നും ഇല്ലാതാവുകയായിരുന്നു. പകരം സ്വർണ്ണ നിറത്തിലുള്ള 5 രൂപ തുട്ടുകളാണ് RBI വിനിമയത്തിൽ എത്തിച്ചത്. യഥാർത്ഥത്തിൽ ആ പഴയ നാണയത്തുട്ട് രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതിന് കാരണം ഈ കട്ടിയുള്ള പഴയ 5 രൂപ നാണയത്തുട്ടുകൾ മറ്റു ചില ആവശ്യങ്ങൾക്ക്, അതായത് ദേശവിരുദ്ധമായി ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് RBI അത് പിൻവലിക്കാൻ തീരുമാനമെടുത്തത്. അതിന് പിന്നിൽ ബംഗ്ലാദേശിലെ ബ്ലേഡ് കമ്പനികളായിരുന്നു. പഴയ 5 രൂപ നാണയത്തിനായി ഉപയോഗിക്കുന്ന ലോഹമാണ് ബ്ലേഡ് നിർമ്മിക്കാനും ഉപയോഗിച്ചിരുന്നത്. ഒരു 5 രൂപ നാണയത്തുട്ടിൽ നിന്നും 6 ബ്ലേഡുകൾ വരെ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ബ്ലേഡിന് 2 രൂപ വിലയും ലഭിക്കും. അങ്ങനെ ഒരു 5 രൂപ തുട്ടിൽ നിന്നും 7 രൂപയുടെ ലാഭം. വിനിമയത്തിൽ നിന്നും ഗണ്യമായ തോതിൽ 5 രൂപ തൊട്ട് ഇല്ലാതാകുന്നു എന്ന് കണ്ടെത്തിയ RBI 5 രൂപ നാണയത്തിന്റെ ആകൃതിയിലും മറ്റും മാറ്റമുണ്ടാക്കി. നാണയത്തിന്റെ കട്ട് കുറച്ച് RBI നാണയത്തിനായി ഉപയോഗിച്ചിരുന്ന ലോഹത്തിലും മാറ്റം വരുത്തി. മറ്റു നാണയങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോഹത്തിലും RBI ഇതോടെ മാറ്റം വരുത്തുകയായിരുന്നു.